2026 മുഖ്യമന്ത്രി ആരെന്നുള്ള കാര്യത്തിൽ തീരുമാനമായി. അത് ഇനി LDF ആണോ UDF ആണോ, ഇനി അതും രണ്ടുമല്ല BJP നയിക്കുന്ന NDAയിൽ നിന്നാണോ എന്നൊരു ചോദ്യം വരാം. LDF ആണ് തുടർഭരണത്തിലേക്കാണ് എങ്കിൽ നമുക്ക് ആരാണെന്നുള്ളതിൽ സംശയമില്ല. അത് കാരണഭൂതൻ തന്നെ. അപ്പോൾ കാരണഭൂതൻ അല്ലെങ്കിൽ ആരെ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ മരുമകന് അരിയിട്ട് വാഴ്ചയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ് കാരണഭൂതൻ. അത് കാരണഭൂതൻ്റെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ. കാരണം ആഗോള DYFIയും ഒക്കെ ആയിട്ട് വളർന്നു വന്ന ഒരുപാട് പേര് ചുവരെഴുതിയും പോസ്റ്റർ ഒട്ടിച്ചും ഒക്കെ ഉണ്ട്. അവരൊക്കെ എന്താ വെറും ഉണ്ണാക്കന്മാരാണ് നമ്മുടെ ഈ മരുമകനെ എടുത്ത് പ്രതിഷ്ഠിക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കാൻ. അതങ്ങനെ ഏതായാലും നിൽക്കട്ടെ. കേരളത്തിലൊരു ഭരണവിരുദ്ധ വികാരമൊക്കെ ഉള്ളത് കൊണ്ട് 10 വർഷമായിട്ട് ഇത് ജനം അനുഭവിക്കുന്നു എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും കോൺഗ്രസിനായിരിക്കും സാധ്യത എന്ന് പലരും കണക്ക് കൂട്ടുന്നുണ്ട്. 2026 BJP കേരളം പിടിക്കുമെന്ന് അമിത്ഷാ പറഞ്ഞതും നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം. അത് ഏത് തരത്തിലുള്ളത് എന്നത് വിശകലനം ചെയ്യാൻ നമ്മൾക്ക് കുറച്ച് നാൾ കൂടി കാത്തിരിക്കേണ്ടി വരും. അതുകൊണ്ട് അത് അവിടെ ഇരിക്കട്ടെ. കോൺഗ്രസ് ആണ്, UDF ആണ് അധികാരത്തിൽ വരുന്നത് എങ്കിൽ അത് ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളതാണ് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്ന കാര്യം. അതാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അത് നമുക്കറിയാം, UDF ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിമാരാകാൻ ഇങ്ങനെ ഭൈമീകാമുകന്മാർ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. 1 മാസം ഒരു മുഖ്യമന്ത്രി എന്ന് വെച്ച് കൊടുത്താൽ പോലും കോൺഗ്രസിനകത്ത് തീരത്തില്ല. കാരണം പെട്ടിയെടുപ്പുകാർ വരെ മുഖ്യമന്ത്രി കുപ്പായം തയ്ച്ച് റെഡിയായി നിൽക്കുകയാണ്. പെട്ടിയെടുപ്പുകാരെന്ന് പറഞ്ഞ് നമ്മൾ അവരെ പരിഹസിക്കേണ്ട. ചിലപ്പോൾ അവരായിരിക്കും ഭാവിയിൽ മുഖ്യമന്ത്രിമാരായി മാറുന്നത്. അതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പൊ തന്നെ LDFിലെ ആലപ്പുഴ ജില്ലയിലുള്ള ഒരു പെട്ടിയെടുപ്പുകാരനായിരുന്നു ഇപ്പോൾ പിണറായിയുടെ വിശ്വസ്തനായിട്ട് മന്ത്രി പദവിയിൽ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് നമ്മുടെ സുധാകരൻ കഴിഞ്ഞ ദിവസം വിളിച്ചു പറയുകയും ചെയ്തതാണ്. അപ്പം ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, UDFിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ VD സതീശനുണ്ട്, രമേശ് ചെന്നിത്തല നായരുണ്ട്, ഡൽഹിയിലുള്ള ഒരു വിശ്വപൗരൻ നായർ തരൂർ നായരുണ്ട്, പിന്നെ K സുധാകരനുണ്ട്, അടൂർ പ്രകാശുണ്ട്, K മുരളീധരനുണ്ട്, തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട്. അങ്ങനെ നിരനിരയായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇനി ആ വരണമാല്യം ഇവരുടെ ആരുടെയെങ്കിലും കഴുത്തിലോട്ടൊന്ന് വീണാൽ മതി. പക്ഷേ വീഴാൻ അനുവദിക്കത്തില്ല. ഇവിടെ ഒരു ഹൈക്കമാൻഡ് അങ്ങ് മോളിലുണ്ട്. ആ ഹൈക്കമാൻഡ് ഈ നെഹ്റു കുടുംബത്തിൽ ഇരുന്ന് പലരുടെയും ചെവി കടിച്ചു പറിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്നുള്ള ഒരു ഹൈക്കമാൻഡ് ആളാണല്ലോ KC വേണുഗോപാൽ. KC വേണുഗോപാൽ എന്ന ഹൈക്കമാൻഡ് ലീഗുമായിട്ട് ഒരു ഫോർമുല ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പിന്നാമ്പുറ ചർച്ചകളൊക്കെ പൂർത്തിയായിരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ ഉറപ്പാക്കി വച്ചിരിക്കുകയുമാണ്. അപ്പോൾ KC വേണുഗോപാല് ഈ പപ്പുമോൻ എന്ന് പറയുന്ന ഭാവി പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു വച്ചിരിക്കുന്നത്, കേരളത്തിലെ ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുത്താൽ നമ്മൾക്ക് UDFന് ഭരണം പിടിക്കാൻ കഴിയും. ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പുവരുത്തണം. ലീഗ് മുമ്പ് ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നിട്ടുണ്ട്. കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് CH മുഹമ്മദ് കോയയും അബൂബക്കർ കുട്ടി നഖയും ഒക്കെ. അപ്പോൾ ആ ഒരു സാഹചര്യം പോലെ തന്നെ ഇവിടെയും നമുക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പുവരുത്തുക. 5 മന്ത്രിസ്ഥാനവും ഉണ്ടാകും. അത് അങ്ങനെ ആയി കഴിഞ്ഞു. 5ാം മന്ത്രി വലിയ വിവാദമായതും ഒക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പൊ 5 മന്ത്രി, പിന്നെ ഒരു ഉപമുഖ്യമന്ത്രി, ഇങ്ങനെ പോകും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ചോദിക്കും തോറും എല്ലാം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. കോൺഗ്രസ് ലീഗിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു അക്ഷയപാത്രമായിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ KC വേണുഗോപാൽ ഇങ്ങനെ ഒരു കാര്യം ഉറപ്പിക്കുമ്പോൾ, കാരണം ലീഗിന് വലിയൊരു സ്വാധീനമുണ്ട് ഹൈക്കമാൻഡിൽ. ലീഗ് ഇവിടെ നിന്ന് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഹൈക്കമാൻഡ് അത് ഉടനെ അനുസരിക്കും. പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ ഒരു ഫോൺ അങ്ങോട്ടേക്ക്, അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു ഫോൺ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഭാവി പ്രധാനമന്ത്രി ആ ചെക്കൻ്റെ പെങ്ങളും ഒക്കെ എഴുന്നേറ്റ് നിൽക്കും. സോണിയാഗാന്ധി എഴുന്നേറ്റ് നിൽക്കും. അത്രയ്ക്ക് ലീഗിനോട് ബഹുമാനമാണ്. കാരണം
നോർത്ത് ഇന്ത്യയിൽ തോറ്റു തുന്നം പാടിയപ്പോൾ ജയിപ്പിച്ചു വിടാനായിട്ട് ഈ വയനാട് മാത്രമേ ഉള്ളൂ. കോൺഗ്രസിലെ ഏത് ഉണ്ണാക്കന്മാരെ കൊണ്ട് എന്ന് നിർത്തിയാലും സുഖകരമായിട്ട് ജയിച്ചു വരാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ് വയനാട്. അതുകൊണ്ടാണ് ഈ ചെക്കനും പെങ്ങളും മാറി മാറി വയനാട്ടിൽ വന്നു നിന്ന് ജയിച്ചത്. അതുകൊണ്ട് ലീഗിനോട് വലിയ ബഹുമാനമാണ് ഹൈക്കമാൻഡിനുള്ളത്. ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ ഇവർ 3 പേരാണ്, പിന്നെ വധേരയും വരുന്നുണ്ട്. കാർഗെ കൂട്ടണ്ട. കാർഗെ നമ്മുടെ സോണിയാഗാന്ധിയുടെ അടുക്കളയിലെ ഒരു കുശിനിക്കാരൻ്റെ റോള് മാത്രമേ ഉള്ളൂ. പിന്നെ എഴുതി കൊടുക്കുന്നത് വാർത്താ മാധ്യമങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരുന്ന് വായിക്കും. അദ്ദേഹം പ്രായാധിക്യമൊക്കെ ആയി. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ പിടിച്ച് അവിടെ ഇരുത്തിയിരിക്കുന്നത്. ഇപ്പം ശശി തരൂരിനെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ സോണിയാഗാന്ധിയുടെ അടുക്കളയ്ക്കകത്തുനിന്ന് കോൺഗ്രസിനെ അഴിച്ച് പുറത്തു കൊണ്ടുവന്ന് കെട്ടത്തില്ലായിരുന്നു. അപ്പോൾ അവർക്ക് അതിനകത്ത് തന്നെ നിർത്തണം. അതിനു വേണ്ടിയാണ്. അപ്പോൾ ലീഗുമായിട്ട് KC വേണുഗോപാൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ധാരണയാണ്, ഒരു എഗ്രിമെന്റ് തന്നെയാണ്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏത് തരത്തിലും അധ്വാനിച്ച് അവർക്കുള്ള സീറ്റ് മുഴുവൻ വിജയിപ്പിക്കും. കോൺഗ്രസിനോട് ചില സീറ്റുകൾ അങ്ങോട്ടേക്ക് കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്, വെച്ചു മാറാൻ തയ്യാറാകുന്നുണ്ട്. കാരണം നിലമ്പൂരിൽ തന്നെ അവരുടെ അധ്വാനമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ലീഗ് ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ ആരായിരിക്കും എന്നുള്ള ചോദ്യം നമ്മൾ പിന്നെ ഉന്നയിക്കേണ്ട. ലീഗ് എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്നത് കുഞ്ഞാലിക്കുട്ടി എന്ന കുഞ്ഞാപ്പയാണ്. കുഞ്ഞാലിക്കുട്ടിക്ക് MP ആയിട്ട് പോയല്ലോ. പോയ അതേ വണ്ടി തന്നെ അതേ സ്പീഡിൽ തന്നെ തിരിച്ചു വരികയും ചെയ്തു. ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വണ്ടി കയറിയത്. കേരളത്തിൽ വന്ന് ഉപമുഖ്യമന്ത്രി എങ്കിലും ആകാം, കോൺഗ്രസിനെ അടിച്ചമർത്താമെങ്കിൽ പിന്നീട് ഭാവിയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാമെന്ന് അവർ കണക്ക് കൂട്ടുന്നുണ്ട്. അവരുടെ ഒരു അപ്രമാദിത്യമൊക്കെ കാരണമാണ് ഈ NSS കോൺഗ്രസിൽ നിന്ന് അകന്നു പോയത് എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യവുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ KC വേണുഗോപാൽ ഇവിടെ കളം പിടിക്കും. KC വേണുഗോപാലിനെ ഇങ്ങോട്ട് രാഹുൽ ഗാന്ധി കെട്ടി ഇറക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ മുഖ്യമന്ത്രി മോഹികളൊക്കെ തന്നെ അരയിൽ ഉടുത്തിരിക്കുന്ന മുണ്ടുണ്ടല്ലോ അത് അഴിച്ച് വീണ്ടും എടുത്ത് അരയിൽ വട്ടം ചുറ്റി ഓച്ചാനിച്ച് നിൽക്കും. അത്രയ്ക്ക് ഹൈക്കമാൻഡിനെ ബഹുമാനിച്ച് നിൽക്കുന്നതാണ്. KC ഇവിടെ കളം നിറയും. അതുകൊണ്ടാണ് KC പലരെയും വെട്ടിനിരത്തുന്നത്. ഇപ്പൊ അബിൻ വർഗിയെ തന്നെ നാട് കടത്തിയത് KC വേണുഗോപാലാണെന്നുള്ളത് പരക്കെ അറിയപ്പെടുന്ന കാര്യമാണ്. K മുരളീധരനെ എവിടെ തോൽക്കുന്ന മണ്ഡലമുണ്ടോ അവിടെ കൊണ്ട് നിർത്താനായിട്ടാണ് KC വേണുഗോപാലെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മുന്നേ തന്നെ മുരളീധരൻ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ലീഗിന്റെ ചില കോട്ടകളിൽ പോയി അഭയം തേടാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഇപ്പൊ ലീഗിന്റെ കോട്ടകളിലാണ് പലരും അഭയം തേടുന്നത്. സന്ദീപ് വാര്യർ തന്നെ പോയിരിക്കുന്നത് എവിടെയാണ്? ലീഗിന്റെ കോട്ടയിലാണ്, തവന്നൂര് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ലീഗ് വളരെ നിർണായക ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. KC വേണുഗോപാൽ മുന്നോട്ട് പോവുകയാണ്. KC വേണുഗോപാൽ തന്നെയാകും കേരളത്തിന്റെ മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി കുഞ്ഞാലിക്കുട്ടിയും ആകും എന്നുള്ളത് KC വേണുഗോപാലും ലീഗും തമ്മിലുള്ള ഒരു ഫോർമുലയിലൂടെ വ്യക്തമായിരിക്കുകയാണ്. ഇതായിരിക്കും 2026 കേരളം കാണാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.